വചനയാത്രയിൽ ഇന്ന് നമ്മെ സഹായിക്കുന്നു വെരി റവറൻഡ് മോൺസിഞ്ഞോർ ഡോക്ടർ നിക്കോളാസ് പാളയം ഫൊറോന വികാരി. വചനയാത്രയിൽ വചന വെളിച്ചം കാണുവാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദപുസ്തക വായനകൾ ഏശയ 29:17 മുതൽ 24 വരെയും, സങ്കീർത്തനം 27, വിശുദ്ധ മത്തായി 9:27 മുതൽ 31 വരെയുമുള്ള തിരുവചന ഭാഗങ്ങൾ. യേശുവിനെ പുതിയ മോശയായി അവതരിപ്പിക്കുന്ന വിശുദ്ധ മത്തായി, മോശയെപ്പോലെ യേശുവും 10 അത്ഭുതങ്ങൾ ചെയ്യുന്നതായി 8-9 അധ്യായങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു. 10 അത്ഭുതങ്ങളും 10 തരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഈ 10 അത്ഭുതങ്ങളിലൂടെ സമഗ്രമായ വിമോചനമാണ് യേശു കൊണ്ടുവരുന്നതെന്നും അതിനാൽ അവൻ രക്ഷകനാണെന്നും വെളിപ്പെടുത്തുകയാണ്. 2 അന്ധന്മാർ യേശുവിനെ വഴിയരികിൽ അനുഗമിച്ചു എന്നതിന് ഇവിടെ വിശുദ്ധ മത്തായി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അക്കൊലുത്തേയോ എന്ന ഗ്രീക്ക് പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം യേശുവിൻ്റെ പിന്നാലെ നടക്കുക എന്നു മാത്രമല്ല, അവർ യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ സന്നദ്ധതയുള്ളവരായിരുന്നു എന്നും സൂചനയുണ്ട്. യേശുവിൻ്റെ ദർശനത്തിലും കർമ്മദൗത്യത്തിലും ഭാഗധേയത്വത്തിലും പങ്കുചേരാൻ ആ അന്ധന്മാർ ഒരുക്കമായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിൻ്റെ ഭവനം വരെ അവനെ പിന്തുടർന്നത്. യേശു ഭവനത്തിലെത്തിയപ്പോൾ എന്ന് സൂചന കാണുന്നു. യേശു ഭരണാധികാരിയുടെ ഭവനത്തിൽ നിന്ന് കഫർനാമിലെ തൻ്റെ ഭവനത്തിൽ, ശുശ്രൂഷയുടെ ഭവനത്തിൽ എത്തി. ശുശ്രൂഷയുടെ ഭവനത്തെ യേശുവിൻ്റെ സ്വർഗീയ ഭവനമെന്നും വിളിക്കാവുന്നതാണ്. അത്ഭുതം ആർക്കാണോ വേണ്ടത് അവർ യേശുവിൽ വിശ്വസിക്കണം. അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ഭുതം സംഭവിക്കുക. വിശ്വസിക്കുക എന്നാൽ ഹൃദയം യേശുവിന് കൊടുക്കുക എന്നർത്ഥം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസം കൂടാതെ അത്ഭുതം സാധ്യമാവുകയില്ല. 2 അന്ധന്മാർ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെ വിശ്വസിക്കുന്നു. യേശുവിനെ വിശ്വസിക്കാം എന്ന് അവർ ഏറ്റുപറയുന്നു. അവർ യേശുവിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ അഗാധ തലം ഇവിടെയുണ്ട്. യേശുവിനോടൊപ്പം നിൽക്കാൻ, നിലപാടെടുക്കാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിക്കുന്നു. നന്മകൾ നാടെങ്ങും പ്രകീർത്തിക്കുന്ന കുരുടന്മാർ സുവിശേഷ പ്രഘോഷകരാണ്. ലഭ്യമായ നന്മ ആഘോഷിക്കപ്പെടുമ്പോൾ ദൈവകൃപ, അനുഗ്രഹം കൂടുതലായി ലഭിക്കും. വഴിയരികിൽ വീണ വിത്തിനെക്കുറിച്ച് മത്തായി 13-ാം അധ്യായത്തിൽ സൂചനയുണ്ട്. വഴിയരികിൽ വീണ വിത്ത് പറവകൾ തിന്നുകളയുകയും വഴിയാത്രക്കാർ ചവിട്ടിമെതിക്കുകയും ചെയ്യും. 2 കുരുടന്മാരും വഴിയോരത്തെ വിത്തുകളാണ്. വഴിയരികിലായ അവർ അന്ധതയെ പഴിച്ചില്ല. വഴിയരികിലൂടെ പോകുന്നവർ പറയുന്നതെന്തെന്ന് കേട്ടു. അവരൊക്കെ നസ്രായനെക്കുറിച്ചും അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും കേട്ടു. പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കുമെന്ന് അപ്പസ്തോലനായ പൗലോസ് നമ്മോട് ചോദിക്കുന്നു. 2 അന്ധർ യേശുവിനെ കേട്ടത് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അവർ ദുഃഖങ്ങൾ മറന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ എണ്ണി. കണ്ണ് അടഞ്ഞിരുന്നുവെങ്കിലും
കാതുകൊണ്ട് കേൾക്കേണ്ടതവർ കേട്ടു. കാരുണ്യവാനായ ദൈവമേ, നൽകിയ നന്മകൾക്ക് നന്ദി. കാണേണ്ടത് കാണുവാനും കേൾക്കേണ്ടത് കേൾക്കുവാനും അങ്ങയുടെ പ്രിയപുത്രനെ അനുഗമിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ.